3 കൊല്ലം മുമ്പ് വരെ അവർക്കുള്ള ചികിത്സ മുഴുവൻ നമ്മൾ ബർഹോൾ എന്ന് പറയും, ഇവിടെ ഈ തലയോട്ടി മാത്രം ഓട്ടയാക്കിയിട്ട് അത് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനും ഒരു പുതിയ ചികിത്സ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തുറക്കാതെ തന്നെ എടുക്കുക. മിഡിൽ മെനിഞ്ചൽ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയും, ഞങ്ങളിതിൽ MMAE എന്ന് പറയും. അതായത് നമ്മൾ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് ഈ ഇവിടേക്ക് വരുന്ന രക്തക്കോയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ അത് മെല്ലെ അടയുള്ളൂ. അപ്പോൾ ഞങ്ങൾ രോഗികൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വലിയൊരു മരത്തിനെ നമുക്ക് വലിയൊരു വാൾ വെച്ചിട്ട്, ഇലക്ട്രിക് വാൾ വെച്ചിട്ട് ഒറ്റ നിരയിൽ തന്നെ മുറിക്കാം, അത് അപ്പം തന്നെ മുറിഞ്ഞു പോകും. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ ഓരോ വേരിങ്ങനെ അറുത്തിടാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും മരം ഉണങ്ങും, പക്ഷേ അത് കുറച്ച് സമയമെടുക്കും ഇത് വെട്ടിക്കഴിഞ്ഞാൽ. അതേപോലെയാണ് ഇതിൻ്റെയും ഇത് ക്രോണിക് സബ്ഡ്യൂറലിൻ്റെ അവിടേക്ക് പോകുന്ന ഓരോ ഫീഡറിനെ നമ്മൾ ഉള്ളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഓരോന്നിനെ അടക്കും. പക്ഷേ അതിൻ്റെ എഫക്റ്റ് വരാൻ ചിലപ്പോൾ ഒരു 2 ആഴ്ചയും കൂടിയൊക്കെ എടുക്കും. മറ്റേതിൻ്റെ പോലെ അന്ന് തന്നെ ആവില്ല. പക്ഷേ രോഗിക്കിൻ്റെ സുഖം എന്താ പറഞ്ഞാൽ മയക്കമൊന്നുമില്ല. സാധാരണ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൃദയത്തിൻ്റെ മരുന്ന് അല്ലെങ്കിൽ രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്ന്, വാൽവിൻ്റെ ആ മരുന്നൊന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഈ മുറിവ് ഉണങ്ങുന്നവരെ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് ഈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മുതൽ തന്നെ ഒരു ബാക്കി മരുന്നുകളൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഈ സർജറീൻ്റെ വേറൊരു മെച്ചം എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഓപ്പൺ സർജറീൻ്റെ അതേ വിലയേ വരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഇൻ്റർവെൻഷനിൽ വരുമ്പോൾ നമ്മൾ സർജറീൻ്റെ ചിലവ് ഒരുപാട് കൂടും, ഏകദേശം ഒരു 2 ഇരട്ടി 3 ഇരട്ടി വരെ കൂടും. ക്രോണിക് സബ്ഡ്യൂറലിൻ്റെ സർജറീൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർവെൻഷനിൽ പോകുമ്പോഴും ഏകദേശം ഓപ്പൺ സർജറീൻ്റെ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിലേറെ കുറഞ്ഞ ചിലവേ അതിന് വരുന്നുള്ളൂ.